സ്റ്റോറി ടൈം. അയ്യോ നീണ്ടത് 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 പണി മേടിച്ചു കിട്ടില്ലായിരുന്നു. വേണ്ടായിരുന്നു. ഹാർട്ടങ്ങ് ബ്രോക്ക് ആയിപ്പോയി. ദൈനികമായിട്ട് ഇങ്ങനെ നോക്കുവാണിങ്ങനെ ക്ലിപ്പില്ല. കട്ടൻ കൊണ്ടല്ലേ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സത്യം പറയല അപ്പൊ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ കൊച്ചിയിലോട്ട്. അപ്പൊ ഈ സംഭവം നടക്കുന്നത് നമ്മളന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഈ സ്നേക് ഫ്രണ്ട്സ് അങ്ങനത്തെ ആൾക്കാരെ കണ്ടത് ഞാൻ പണ്ടതൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പെണ്ണുങ്ങളെ കുത്തും, പെണ്ണുങ്ങൾ സുഹൃത്തുക്കൾ നമ്മൾ പിറകിൽ നിന്ന് കുത്തും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ അനുഭവിച്ചത് അന്ന് 1ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ 1ാം ക്ലാസ്സിൽ ഞാൻ ഇതിനെ പഠിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ ചേർന്നപ്പോഴത്തേക്കും സ്കൂളിന്റെ പേര് നമുക്ക് തവളമണ്ഡലം എന്ന് പറയാം. ഓക്കെ, അപ്പൊ തവളമണ്ഡലം സ്കൂളിൽ എന്നെ 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത സമയത്ത് അവിടെ UKG LKG ഒക്കെ പഠിച്ച സുഹൃത്തുക്കളായിരുന്നു അവിടെ കൂടുതലും ഉള്ളത്. തവളമണ്ഡലത്തിലെ കുട്ടികൾ വളരെ നല്ല കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ വന്നപ്പോ തന്നെ അവരാരും എന്നെ മൈൻഡിലായിരുന്നു. കുറെ ആൾക്കാരൊക്കെ എന്റെ തേനികമായ മുഖം കണ്ടിട്ട് സങ്കടപ്പെട്ട് സഹതാപമൊക്കെ തോന്നിട്ട് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ഓക്കെ, അങ്ങനെ ഞാൻ തവളമണ്ഡലത്തിൽ കംഫോർട്ടായിട്ട് ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ കാണുന്നത് ഒരു കുട്ടി അവിടെ ഒറ്റയ്ക്ക് പോയി മിണ്ടാതിരിക്കുന്നു. അപ്പൊ ആദ്യം വന്നപ്പോ എന്റെ അടുത്ത് ആരും മിണ്ടാക്കാൻ എനിക്ക് അതിന്റെ സങ്കടം അറിയാൻ ഞാൻ വിചാരിച്ചു ആ കുട്ടിയുടെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കണം. അപ്പൊ ആ പുള്ളിൽ എല്ലാവരും എന്റെ അടുത്ത് മിണ്ടിയ പോലെ എല്ലാവരും പറഞ്ഞു ഇവള് നേരത്തെ 2 വർഷം കൊണ്ട് ആരും അവളുടെ അടുത്ത് മിണ്ടത്തില്ല, അവൾ തങ്കം കൂട്ടുകൂടാൻ കൊള്ളത്തില്ല. പിന്നെ എന്റെ ഉള്ളിലെ നന്മയോളി ആരെങ്കിലും കരയുന്നു, ആരെങ്കിലും വിളിക്കുന്നു, ആരെങ്കിലും തിന്നാനില്ലേ കുടിക്കാനില്ലേ ഞാൻ എന്റെ അരഞ്ഞാണം വരെ ഊരി കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു. ആകെ 4 ബ്രെയിൻ സെൽസ് ആണ് ഉള്ളത്. അത് 2 പ്രവർത്തിക്കത്തുള്ളൂ. ഒന്ന് വള്ളി പിടിക്കണം, ഒന്ന് വള്ളി പിടിച്ച് തോർത്ത് കരയാണ്. അപ്പോൾ ഞാൻ വള്ളി പിടിക്കാൻ വേണ്ടി ഒരു ബ്രെയിൻ സെൽസ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആ കുട്ടിയുടെ അടുത്ത് മിണ്ടി. എന്റെ ഇവിടെ മിണ്ടിയ പോലെ എന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞാണ് നീണ്ടത് പണി മേടിച്ച് കിട്ടും. ഞാൻ മിണ്ടി. ഐ എം എ ഗേൾസ് ഗേൾ. ഓക്കെ, എനിക്കൊരു പെണ്ണിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന കാണുമ്പോഴത്തേക്ക് സഹിക്കാനുള്ള മനസ്സ് എനിക്ക് ഇല്ലായിരുന്നു. അവളുടെ അടുത്ത് പോയി മിണ്ടുന്ന കണ്ടപ്പോഴേ പിള്ളേരെല്ലാരും പിന്നെ എന്റെ അടുത്ത് മിണ്ടാത്ത വന്നതാണ് അവധി. അപ്പൊ ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. കേരളത്തിലോട്ട് ഞാൻ വന്നതേ ഉള്ളൂ. ഈ ലാപ്പി ഇപ്പി പൊടി മലയാളമൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. ബാക്കി നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ആ കൊച്ചിനോട് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്ന ടീച്ചർ കയറി വന്നപ്പോഴത്തേക്കും ഈ കൊച്ചി ചാടി വരുന്നത് എന്റെ എപ്പോഴാണ് ഇരിക്കുന്നത് കേട്ടോ. ആ കൊച്ചിങ്ങനെ ടീച്ചർ വന്നപ്പോ ഇങ്ങനെ ചാടി വിളിച്ച് സംശയം ചോദിക്കാനൊക്കെ ആയിരിക്കും ഞാനങ്ങനെ വിചാരിച്ചു. ആ കൊച്ചു ചോദിക്കുന്നു ഇവിടെ എന്നെ പട്ടീന്ന് വിളിച്ചു ടീച്ചറിന്. അപ്പൊ ഞാനിങ്ങനെ പ്രോസസ് ചെയ്യുക. പട്ടി അതെന്തുവാ അവിടെ മലയാളം അറിയില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന സമയമാണ്. ഞാൻ ഇങ്ങനെ അപ്പോഴത്തേക്ക് ടീച്ചർ വന്നിട്ട് നീ നിന്നെ കൊച്ചിന്റെ പട്ടീന്ന് വിളിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചത്. അല്ല ടീച്ചറെ ഞാൻ ടോയ്ലറ്റിൽ പോവാൻ നേരത്തെ അവൾ എന്നെ പട്ടീന്ന് വിളിച്ചെന്ന്. പിന്നെ ടീച്ചർ പറയുന്ന പട്ടി ഈസ് കാൾഡ് ഡോഗ് പട്ടി. അപ്പൊ ഞാൻ വിളിച്ചു കുഞ്ഞി മക്കളെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എനിക്കിനി മലയാളം അറിയാനിട്ട് ഞാനിനി ഹിന്ദിയിൽ വല്ലതും പറഞ്ഞത് തെറ്റിപ്പട്ടിന്നായി പോയതാണോ എന്നൊക്കെ വിചാരിച്ച ഞാനിങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞ മാറിപ്പോയാണുള്ളത്. എന്റെ ഹാർട്ടങ്ങ് ബ്രോക്ക് ആയിപ്പോയി. സത്യം ഞാനൊന്നും എക്സ്പെക്ട് പോലും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ ദൈനികമായിട്ട് ഇങ്ങനെ നോക്കുവാണിങ്ങനെ സീരിയസ്ലി ഞാൻ നോക്കിയോ. അങ്ങനെ ടീച്ചർ എന്നെ വിളിച്ചിട്ട് എന്റെ ഡയറിയിൽ എഴുതി തന്നെ ഞാൻ വീട്ടിൽ കാണിച്ചപ്പോ വീട്ടുകാരൊക്കെ നെറ്റിയൊക്കെ നോക്കുന്നു നീയൊക്കെ പട്ടിയൊക്കെ വിളിക്കാൻ അറിയാവും. അപ്പൊ അവര് വിചാരിച്ചു എന്റെ വീട്ടുകാരെ വിചാരിച്ചു ആലോചിക്കും മലയാള പെണ്ണിനെ അവരുടെ പഠിച്ചത് ആദ്യത്തെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ചീത്ത കണ്ടാൽ പട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ ചീത്തയായിരുന്നല്ലോ. ഏറ്റവും ചീത്തയാണ് ആദ്യം വിളിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ട്രോമറ്റൈസ്ഡ് ആയിക്കോളൂ കേട്ടാ. അങ്ങനെ പിന്നെ ഇന്റർവെല്ലായപ്പോഴാണ് പിള്ളേരെല്ലാരും എന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന മക്കളെ ഇത് കൊണ്ടാണ് നമ്മൾ അവളുടെ അടുത്ത് മിണ്ടാത്തത്. അവള് കള്ളം പറയുന്നത് എന്നെ വലിയ പണഞ്ഞൂടെ നേരത്തെ എവളിങ്ങനെയൊക്കെ കാണിക്കും. ഇവളെടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അറിയൂടാ. എനിക്ക് ജീവിത എക്സ്പീരിയൻസ് പോലും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇങ്ങനെ മനസ്സിലാക്കാനാണ് ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ വീട്ടുകാരെ വീട്ടിലൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അയ്യോ അവർക്ക് മലയാളം ഒന്നും അറിഞ്ഞുള്ള ടീച്ചറെ വല്ല ഹിന്ദിയിലും പറഞ്ഞത് ആ കൊച്ചിനെ പട്ടി എന്നൊക്കെ തോന്നിയായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ആരെ മനസ്സിലുള്ള കിടക്കാത്ത ആരായാലും മറക്കില്ല ഇതൊന്നും. എന്റെ നല്ല സ്വഭാവ ഗുണം കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ ചില്ലടിച്ചൊക്കെ നിർത്തുന്ന സമയത്ത് എനിക്ക് ഈ കുട്ടിയുടെ പേര് നമ്മൾക്ക് പേരിട്ടില്ലല്ലോ. കുട്ടിക്ക് ചുണ്ടലി എന്ന് പേരിടണം. അപ്പൊ ഈ ചുണ്ടലി ഉണ്ടല്ലോ എന്റെ പേരിൽ സ്വാമ്യമുള്ള ഹുണ്ടലി എന്ന് പറയുന്ന
സോറി ഇതൊക്കെ കുണ്ടലി മതി, മറ്റോ ചുണ്ടലി. ഈ കുണ്ടലിയുടെ പേരിന് സാമ്യമുള്ള ചുണ്ടലി നമ്മുടെ സുഹൃത്തായിരുന്നു. അപ്പൊ ഈ ചുണ്ടലി നമ്മൾക്ക് വന്നിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ചുണ്ടലിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. കുറച്ച് മുമ്പ് പിടിച്ച് ഇടിച്ചു തരിക, ചുണ്ടി പിടിച്ച് ചുറ്റി തരിക, കല്ലി വെച്ച് ഇടിച്ചു തരിക, അങ്ങനത്തെ കുറെ വൃത്തികെട്ട കൊണസ്റ്റ് സ്വഭാവങ്ങൾ ഈ ചുണ്ടലിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം കളിച്ചിട്ട് ചുണ്ടി കളിച്ച് ഇടിച്ചെന്ന് ചുണ്ടെല്ലാം കൂടെ വീണ്ടും പൊട്ടി ഇങ്ങനെ ചുമന്നിരിക്കും. ഈ സ്റ്റോറിയുടെ ബാക്കി എന്താ ഈ ഡ്രസ്സിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ചിന്തിക്കണം, കാരണം അത് സേവായില്ലായിരുന്നു. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിപ്പ് നോക്കിയപ്പോ ക്ലിപ്പില്ല. നമ്മൾ മറ്റേ ഇന്റർവെല്ലിൽ വെച്ച് നിർത്തിയത് കൊണ്ട് കാര്യമായി. അടുത്ത ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തുടങ്ങാം. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മയുടെ പഞ്ചാരപുത്രിയുടെ മുഖത്ത് ആരോ അടിച്ച് തഴമ്പിച്ച് പൊള്ളിയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ എന്റെ അമ്മ സഹിക്കാണോ? ടീച്ചർ വന്ന് എന്നെ അടിച്ചാലും ടീച്ചറിനെ പോയി അടിക്കും എന്റെ അമ്മ. അതാണ് എന്റെ അമ്മ. ഇങ്ങനെ അമ്മ പരാതിയും കൊണ്ട് സ്കൂളിൽ വന്നിട്ട് പറഞ്ഞ് എന്താ കൊച്ചിനെ ദാ ഈ കുണ്ടലി കൊണ്ടുപോയി അടിച്ചു, സോച്ചിന്റെ ചുണ്ട് കണ്ടോ പൊട്ടി, ടീച്ചർ എന്താ ആക്ഷൻ എടുക്കാത്തില്ല. ഞാൻ എല്ലാം പറയുക, ഞാൻ അമ്മയടുത്തോലും പറഞ്ഞിട്ടില്ല എന്നെ ചുണ്ടലിയാണ് ഇടിച്ചതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് കുണ്ടലിയാണ് ഇടിച്ചതെന്നാണ്. ഓക്കെ, ടീച്ചർ വന്നിട്ട് കുണ്ടലി എടുത്ത് വെച്ച് നീ എന്തിനവൾ അടിച്ചു? അപ്പഴേക്കും കുണ്ടലി ഇങ്ങനെ ഞാനോ കട്ടൻ കുണ്ടലി ഇതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ കുണ്ടലി വരരുത് ഞാനോ എന്റെ മുഖത്ത് ദൈനികമായൊരു നോട്ടം ഇങ്ങനെ എപ്പോ സത്യം പറയല അപ്പൊ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അവക്ക് മനസ്സിലായി ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചോണ്ടാണ് പുക കാരണം ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത്. ഈഗോ ഇഷ്യൂസ് എനിക്ക് പണ്ടേ കുറച്ച് കൂടുതലായിരുന്നു കൊച്ചിയിലോട്ടെ. അങ്ങനെ കുണ്ടലി 3G അകിടി കുണ്ടലിയുടെ വീട്ടിൽ വിളിച്ചു, സീനായി, കുണ്ടലിക്ക് അടി കിട്ടി, പരാതിയായി, സീനായി. പക്ഷെ സത്യമല്ല, അതിനുശേഷം എന്റെ പുള്ളിക്ക് ഒരു പേടിയായിരുന്നു. കുണ്ടലി ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. ഞാൻ ഇതിനേക്കാൾ നല്ല കിഡിലുമായിട്ട് സ്റ്റോറി പറഞ്ഞോണ്ടിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ ഫ്ലോ ഒന്നും പോയല്ലോ. അപ്പൊ ഇതായിരുന്നു ക്ലൈമാക്സ് കൊണ്ട് അത് ഡെഡ് എൻഡ് ആയിപ്പോയി എനിക്ക് മനസ്സിലായി. ബട്ട് ദിസ് ഈസ് ഓൾസോ എ പ്ലേ ബെഞ്ച്. ഇത് എന്റെ 1ാം ക്ലാസ്സിലെ കഥയാണ്. ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും. സോ വലുതായി വന്നപ്പോഴത്തേക്കും എന്റെ ലീലാവിലാസങ്ങളും വലുതായിക്കൊണ്ടേയിരുന്നു ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്. സോ നിങ്ങൾക്ക് ഇനി സ്റ്റോറി ടൈം വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ അടിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോറി ടൈം. ഇതിൽ ഞാൻ അധികം എഫോർട്ട് കൊടുക്കാറില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കുക, ഇറ്റ്സ് അപ് ടു യു. സോ